വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിംഗ് ലൈവ് എൻട്രി ലോജിക് എക്സ്പ്ലനേഷൻ യൂസിങ് ICT കോൺസെപ്റ്റ് ആണ്. അങ്ങനെ സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് വിപ്രോ ആണ്. എങ്ങനെ പ്രോപ്പറായി വിപ്രോ സ്റ്റോക്സ് അനലൈസ് ചെയ്തുകൊണ്ട് എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ക്രൈറ്റീരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അറ്റ് ദ എൻഡ് റിസൾട്ട് എന്തെല്ലാം എന്നാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ഫൂട്ടേജ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സെഷൻ നമ്മൾ പല ക്ലാസ് ഇൻ്റർവെൽസ് ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് കാണുക, പഠിക്കുക, കഴിയുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉള്ളത് വിപ്രോയുടെ 1 വീക്ക് ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളുടെ ഈ ഒരു അനാലിസിസ് കൺസിഡർ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, നമ്മളുടെ ടുഡേ ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ June 9th മൺഡേയിലാണ് നമ്മളുടെ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വിപ്രോ എന്ന ഷെയറിൻ്റെ 1 വീക്ക് ടൈം ഫ്രെയിമിലാണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 വീക്കിൽ നമ്മളുടെ ആ ഒരു ഓർഡർ ഫ്ലോ അല്ലെങ്കിൽ 1 വീക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ വീക്ക്ലി പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ മേജറായിട്ടൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. ഓക്കെ, ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ് റൈറ്റ് ഹിയർ. സ്ട്രക്ചർ ഷിഫ്റ്റ് ഒന്നുകൂടി വാലിഡേറ്റ് ചെയ്യാനായിട്ട് ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ. ഓക്കെ, ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ. ഓക്കെ, അങ്ങനെ ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ് വിത്ത് ലിക്വിഡിറ്റി സ്വീപ്പോട് കൂടിയിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ദർ ഈസ് എ ഓർഡർ ബ്ലോക്ക് റൈറ്റ് ഹിയർ. ഓക്കെ, നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ദർ ഈസ് എ ഓർഡർ ബ്ലോക്ക് റൈറ്റ് ഹിയർ. ഓക്കെ, ഒരു വീക്കിലി ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, പ്രൈസ് എന്ത് ചെയ്തു, ദർ ഈസ് ഇവിടെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്, ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ്, ദർ ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ടു അപ്സൈഡ്, മൂവ് തന്നു. പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു ഇമ്പൾസീവ് മൂവിന് ശേഷം പ്രൈസ് ആ ഒരു കറക്റ്റീവ് മൂവ് കറക്റ്റായിട്ട് നമ്മളുടെ ആ ഒരു വീക്ക്ലി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോയി. എന്തിനാണ് പ്രൈസ് മുകളിലേക്ക്, ടു റീബാലൻസ് ദ ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. നമുക്കിവിടെ എന്താണ്, ദർ ഈസ് ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നു. പ്രൈസ് എന്ത് ചെയ്യുന്നു, ആ ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് റീബാലൻസ് ചെയ്യാനായിട്ട് പോകുന്നു. അതിനുശേഷം പ്രൈസ് ഒരു ചെറിയൊരു ഡൗൺ മൂവാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം എന്താണ്, നമ്മൾ വിപ്രോയുടെ വൺ വീക്ക് ടൈം ഫ്രെയിമിൽ നമ്മളൊരു വീക്ക്ലി ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്തു വിത്ത് സ്ട്രക്ചർ ഷിഫ്റ്റ്, വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ്, ലിക്വിഡിറ്റി സ്വീപ്പ്, ഫെയർ വാല്യൂ ഗ്യാപ്പ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ദർ ഇസ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി കൂടി ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി കൂടി ആക്ച്വലി എന്താണ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം എന്താണ്, പ്രൈസ് ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. നമ്മളുടെ ആ ഒരു പ്രീവിയസ് ആയിട്ടുള്ള വീക്ക്ലി ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് ഈ ഒരു സെൽ കർവിൽ, അതായത് ഈ ഒരു സെൽ സൈഡ് കർവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സിബി, അതായത് സെൽ സൈഡ് ഇംബാലൻസ് ആൻഡ് ബൈ സൈഡ് ഇൻഎഫിഷ്യൻസി, അല്ലെങ്കിൽ നമ്മൾ ബെയറിഷ് ഇംബാലൻസ് എന്ന് പറയുന്ന ഇംബാലൻസ് റീബാലൻസ് ചെയ്താണ് ഇപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ പ്രൈസ് ഇവിടെ നിൽക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 1 വീക്ക് ടൈം ഫ്രെയിമിൽ നിന്നും, അതായത് നമ്മൾ വീക്ക്ലി സ്റ്റോറി നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി നമ്മൾ 1 വീക്ക് ടൈം ഫ്രെയിമിൽ നിന്ന് നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീക്ക്ലി സ്റ്റോറി പറഞ്ഞ പോലെ ദർ ഇസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്, ദർ ഇസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ്, ദർ ഇസ് എ വീക്ക്ലി ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ വീക്ക്ലി ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് ഇപ്പോൾ എന്ത് ചെയ്തു, മിറ്റിഗേറ്റ് ചെയ്ത് നമ്മളുടെ ആ ഒരു സെൽ കർവിലുള്ള ആ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു FEG മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് താഴേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ FEGയുടെ മിഡ് പോയിന്റ് ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മിഡ് പോയിന്റ് ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ടാണ് പ്രൈസ് താഴേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയുന്നത് എന്താണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് നോ ഗ്യാപ്പ് ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളുടെ അനാലിസിസ് കുറച്ചുകൂടി നമുക്ക് എന്താണ്, നമ്മളുടെ അനാലിസിസ് നമുക്ക് കുറച്ചുകൂടി സ്മൂത്തർ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ നോ ഗ്യാപ്പ് ക്യാൻഡിൽസ് ഉണ്ട്. ഓക്കെ, നോ ഗ്യാപ്പ് ക്യാൻഡിൽസ് ഞാനൊന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഗ്യാപ്പുകളൊക്കെ ഒന്ന് ഫിൽ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ആ ഒരു കറക്റ്റീവ് മൂവ് വന്നിട്ട് നമ്മളുടെ വീക്ക്ലി ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കൊരു പാറ്റേൺ ഫെയിൽ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ആ പാറ്റേൺ നമ്മളൊന്ന് വരയ്ക്കുകയാണെങ്കിൽ എന്താണ്, റൈറ്റ് ഹിയർ ഇവിടെ നോക്കൂ. ഓക്കെ, ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ വീക്ക്ലി ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു പാറ്റേൺ, ഇത് എന്ത് പാറ്റേൺ ആണെന്നൊന്നും നമ്മൾ പഠിക്കുന്നില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈ പാറ്റേണിലെ ലോ ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് നിങ്ങൾക്ക് മുകളിലേക്ക് കാണാൻ വേണ്ടി പറ്റും.
കണ്ടോ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് പോയിന്റ് ആണ്. ഓക്കെ, വെറും ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് പോയിന്റ് ആണ്. ഓക്കെ, ഇവിടെ ടേക്ക് ഔട്ട് ചെയ്ത ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഏതാണ്? റൈറ്റ് ഹിയർ, ഈ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി, അതായത് ഈ ഒരു ലോ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ടല്ലോ, ഇതാണ് ആക്ച്വലി പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് കാണിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അഗെയിൻ ഒരു പാറ്റേൺ ഇവിടെ ഫോം ആയിട്ടുണ്ടല്ലോ. ദാറ്റ് ഈസ് there is a liquidity again swept right here. അതിനുശേഷം there is a structure shift. ഇതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ഓക്കെ, there is a structure shift right here. ഓക്കെ, സ്ട്രക്ചർ റൈറ്റ് ഹിയർ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വോളിയം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വോളിയം ഒന്ന് എനേബിൾ ചെയ്താൽ, ഓക്കെ, ഇവിടെ നോക്കൂ നിങ്ങൾ, യെസ്, ഇതാണ് നമ്മളുടെ ഒരു ക്യാൻഡിൽ, നോക്കൂ റൈറ്റ് ഹിയർ വോളിയം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വോളിയം കൺഫർമേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇനി നമ്മളുടെ നോ ഗ്യാപ്പ് ക്യാൻഡിൽസ് നമ്മൾ എനേബിൾ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഓഫ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ വീക്ക്ലി ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വന്നു. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് പ്രൈസ് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. പാറ്റേൺ ഫെയിൽ ചെയ്ത സ്പോട്ടിൽ തന്നെ പ്രൈസ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് കാണിച്ചു. ഡിസ്പ്ലേസ്മെൻറ്റ് മൂവിൽ പ്രൈസ് ഹിയർ ഇവിടെ എന്താണ്, ഒരു ഗ്യാപ്പ് കാണാം, അതായത് ഒരു ലിക്വിഡിറ്റി വോയിഡ് കാണാം. നമുക്കിവിടെ ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ഷിഫ്റ്റ്, ആ ഒരു ഇമ്പൾസീവ് മൂവിന് ശേഷം പ്രൈസ് ഒരു കറക്റ്റീവ് മൂവിലേക്ക് വരുന്നു. അതുപോലെ തന്നെ പ്രൈസ് എന്ത് ചെയ്യുന്നു, റൈറ്റ് ഹിയർ ഒരു അക്യുമുലേഷൻ ഇവിടെ നടക്കുന്നതായിട്ടും നമുക്ക് വിപ്രോയിൽ കാണാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ, നമുക്ക് വിപ്രോയിലൊരു കൺസോൾട്ടേഷൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ 4 അവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, 4 അവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ബേസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻ്റെ ബേസ് എന്ന് പറയുന്നത് ഏതാണ്, റൈറ്റ് ഹിയർ, ഇതായിരിക്കും എൻ്റെ ആ ഒരു ബേസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ, ഇതാണ് എൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 1 വീക്കിൽ കാര്യങ്ങൾ പറഞ്ഞു, 1 ഡേയിൽ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ 4 അവറിലാണ് ഞാൻ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, എൻ്റെ ബേസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതായത് എൻ്റെ ആ ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് റൈറ്റ് ഹിയർ, ഇതാണ് നമ്മളുടെ OB എന്ന് പറയുന്നത്. ഓക്കെ, ഡിമാൻഡ് OB എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ, OB. ഓക്കെ, ഇതാണ് എൻ്റെ ഡിമാൻഡ് OB എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് നമ്മളുടെ വീക്കിലി ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നു, പാറ്റേൺ ഫെയിൽ ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് പ്രൈസ് മുകളിലേക്ക് നടത്തുന്നു. അതിനുശേഷം ആ കറക്റ്റീവ് മൂവിൽ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഇവിടെ പ്രൈസ് അക്യുമുലേറ്റ് ചെയ്യുന്നു. അക്യുമുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ബോത്ത് സൈഡിൽ ലിക്വിഡിറ്റി ആണ്. ആക്ച്വലി നമ്മളുടെ ഡിമാൻഡ് OBയുടെ മുകളിലായിട്ട് എന്താണ്, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റി ഫോം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് കൺസിഡർ ചെയ്യുന്ന നമ്മളുടെ ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ, നമ്മളുടെ ഡിമാൻഡ് OBയിൽ നിന്നാണ് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ ഡിമാൻഡ് OBയുടെ താഴെ അറൗണ്ട് ഒരു 6 പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. അതിനുശേഷം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏതാണ്, റൈറ്റ് ഹിയർ, നമ്മളുടെ ഈ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരിക്കും നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ റിസ്ക് റിവാർഡായിട്ട് അലൈൻ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് 1:2.5 അല്ലെങ്കിൽ 1:2.5 മുകളിലായിട്ട് നമുക്ക് ആക്ച്വലി എന്തുണ്ട്, റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഈ ഒരു സെറ്റപ്പ്, അതായത് വിപ്രോ എന്ന ഷെയറിൽ നമ്മളൊരു സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് ഒരു എൻട്രി കൺസിഡർ ചെയ്യുന്ന സെറ്റപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി പറയുകയാണ്, നമ്മൾ 1 വീക്ക് ടൈം ഫ്രെയിം എടുക്കുന്നു. ഓക്കെ, 1 വീക്ക് ടൈം ഫ്രെയിം എടുക്കുന്നു. 1 വീക്ക് ടൈം ഫ്രെയിമിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു വീക്ക്ലി നമ്മളൊരു ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ വീക്ക്ലി ഓർഡർ ബ്ലോക്ക് നമ്മൾ വാലിഡേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ നോക്കൂ, ദർ ഈസ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റോട് കൂടി നമുക്കൊരു വീക്ക്ലി ഓർഡർ ബ്ലോക്ക് കിട്ടുന്നു. ആ ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്ക് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് എന്ത് ചെയ്യുന്നു, ഈ ഒരു കറക്റ്റീവ് മൂവിൽ വന്നിട്ടുള്ള ഈ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു FEG റീബാലൻസ് ചെയ്ത് പ്രൈസ് ഒരു ചെറിയൊരു ഡൗൺ മൂവ് കാണിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിന്ന് നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളുടെ ആ ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് എന്ത് ചെയ്യുന്നു, ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നു. ആ പാറ്റേൺ ഫെയിൽ ചെയ്ത സമയത്ത്, അതായത് ആ പാറ്റേൺ താഴേക്ക് ബ്രേക്ക് ചെയ്ത സമയത്ത് തന്നെ നമ്മളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെ നമ്മൾ 4 അവറിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ബേസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് കിട്ടിയിട്ടുള്ളത്. പ്രൈസ് എന്താണ്, ആ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്ക് വെക്കുന്നു. പ്രൈസ് അതിനുശേഷം ആ കറക്റ്റീവ് മൂവിൽ പ്രൈസ് എന്ത് ചെയ്യുന്നു, പ്രൈസ്
ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നു. നമുക്കവിടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ലോ ആയിട്ടുള്ള ആ ഒരു ഏരിയനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിമാൻഡ് ബേസ് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. നമ്മൾ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിൽ തന്നെ ആയിട്ട് നമ്മൾ എന്താണ് എൻട്രി കൺസിഡർ ചെയ്യുന്നു. നമ്മളുടെ എൻട്രി വരുന്നത് 242.08, അതായത് 242 നമുക്ക് സ്പ്രെഡോട് കൂടി നമുക്കൊരു എൻട്രി കിട്ടുന്നു. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു 6 പോയിന്റ് താഴെ, അതായത് 236. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 14 പോയിന്റ് മുകളിൽ, അതായത് 258. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്, എഗെയിൻ പ്രൈസ് ഈ ഒരു അക്യുമുലേഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ഡിമാൻഡ് OP ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ടാർഗറ്റിലേക്കുള്ള ഒരു മൂവാണ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ടാർഗറ്റിനാണെങ്കിലും സ്റ്റോപ്പ് ലോസിനാണെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മളുടെ എൻട്രി ട്രിഗർ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിന് ശേഷമുള്ള ആ ഒരു അക്യുമുലേഷൻ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോയിട്ട് 6 ആഗ് പാറ്റേണോട് കൂടി താഴെ വന്ന് എൻട്രി ട്രിഗർ ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ കറക്റ്റ് മൂവിൽ പ്രൈസ് വരുന്നതിൽ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഗ്യാപ്പാണ് ആക്ച്വലി നമ്മളുടെ ടാർഗറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 അവറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, സെയിം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഓർഡർ ബ്ലോക്ക് ബേസിലാണ്. അതായത് നമ്മളുടെ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിൽ തന്നെയാണ് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു കറക്റ്റ് മൂവിൽ പ്രൈസ് താഴേക്ക് വരുമ്പോൾ ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പും, അതുപോലെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ബേസിന് താഴെയുമാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളുടെ എൻഡ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ഇവിടെ അച്ചീവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഓവറോൾ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ അനലൈസ് ചെയ്യുന്നത് എപ്പോഴാണ്, ജൂൺ 9 നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ജൂൺ 9. ഓക്കെ, നമ്മളുടെ എൻട്രി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ്, പ്രോപ്പറായിട്ടുള്ള ഒരു അക്യുമുലേഷൻ. ഓക്കെ, ഇവിടെ നോക്കൂ, പ്രോപ്പറായിട്ടുള്ള ഒരു അക്യുമുലേഷന് ശേഷം, ഓക്കെ, പ്രോപ്പറായിട്ടുള്ള ഒരു അക്യുമുലേഷന് ശേഷം ലിക്വിഡിറ്റി സ്വീപ്പോട് കൂടി പ്രൈസ് എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ കാണിക്കുന്നു. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ കാണിക്കുന്നു. അതിനുശേഷം പ്രൈസ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അക്യുമുലേഷൻ ലോയിനെ നമ്മളൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിൻ്റെ താഴെ നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ബേസിനെ നമ്മൾ ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്താൽ എൻ്റെ എൻട്രി ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിൻ്റെ താഴെ എൻ്റെ സ്റ്റോപ്പ് ലോസ്. നെക്സ്റ്റ് എവിടെയാണോ നമുക്ക് പ്രൈസ് പോകാൻ ചാൻസ് ഉള്ള ഏരിയ, അവിടെയായിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ നമ്മൾ ജൂൺ 9 നമ്മൾ അനലൈസ് ചെയ്തു. നമ്മളുടെ എൻട്രി വരുന്നത് എപ്പോഴാണ്, നമ്മളുടെ എൻട്രി വരുന്നത് ഓഗസ്റ്റ് 4, അതായത് ഒരു 3-3.5 ആഴ്ച കഴിഞ്ഞിട്ടാണ് ആക്ച്വലി നമുക്ക് എൻട്രി കിട്ടുന്നത്. അതായത് അനലൈസ് ചെയ്ത് നമ്മൾ ആ ഒരു നമ്മളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ വാലിഡ് ആയിട്ടുള്ള POA ഏതാണ്, അതിലേക്ക് വരാനായിട്ട് നമ്മൾ പേഷ്യൻസോടുകൂടി കാത്തിരുന്നു. ഓക്കെ, പക്ഷേ ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ എന്താണ്, ഇവിടെ പ്രോപ്പറായിട്ട് അക്യുമുലേഷൻ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് ഒരുപാട് മുകളിൽ പോയിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും മുകളിൽ പോയിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് പോയിട്ടുണ്ട്, മുകളിലേക്ക് പോയിട്ടുണ്ട്, എഗെയിൻ താഴേക്ക് വന്നിട്ടുണ്ട്. ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ റൂൾ പ്രകാരം ഈ ഒരു സോണിൽ വന്നാൽ എനിക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും, പ്രീമിയത്തിലല്ല. അതാണ് ഞാൻ പറയുന്നത്. ബ്രേക്ക് ഔട്ട് എൻട്രീസ് എപ്പോഴും എന്തായിരിക്കും, പ്രീമിയത്തിലായിരിക്കും നിങ്ങൾ വാങ്ങുന്നത്. അതായത് നിങ്ങൾ കൂടിയ വിലയ്ക്ക് വാങ്ങിയിട്ട് അതിനേക്കാൾ കൂടിയ വിലയ്ക്കാണ് വിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കുന്നു. ഓക്കെ, അതിനേക്കാൾ കൂടിയ വിലയ്ക്ക് നിങ്ങളിവിടെ ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് റിവേഴ്സൽ എൻട്രീസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ജൂൺ 9 നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമ്മളുടെ എൻട്രി ട്രിഗർ ആകുന്നത് ഓഗസ്റ്റ് 4. നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ആവുന്നത് എന്നാണ്, ഓഗസ്റ്റ് 25. അതായത് 3 ആഴ്ച നമ്മൾ കാത്തിരുന്നു എൻട്രിയിലേക്ക് വരാൻ, 3 ആഴ്ച നമ്മൾ കാത്തിരുന്നു നമ്മളുടെ ടാർഗറ്റിലേക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ടൈമാണ്, അല്ലെങ്കിൽ അതാണ് പേഷ്യൻസ് ആണ് ആക്ച്വലി റിവാർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഓവറോള് നമ്മളുടെ വോളിയവും നോ ഗ്യാപ്പ് ക്യാൻഡിൽസും കൂടി ഇട്ടിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തൊട്ട് തുടങ്ങാം. ഓക്കെ, ഞാനിത് നോട്ടീസ് ചെയ്തത് തൊട്ടിട്ട് പറയാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ, ഓക്കെ, നമുക്ക് ഇവിടെ തൊട്ട് തുടങ്ങാം. ഇവിടെ നിങ്ങൾ നോക്കൂ, വിപ്രോ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വോളിയം ബിൽഡപ്പ് നോക്കുക. ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വോളിയം ബിൽഡപ്പ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, വോളിയം ബിൽഡപ്പ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലോ എന്ന് പറയുന്നത് ഏതാണ്, റൈറ്റ് ഹിയർ. അതിൻ്റെ ലോ എന്ന് പറയുന്നത് ഏതാണ്, റൈറ്റ് ഹിയർ. ഓക്കെ, ഇതാണ് അതിൻ്റെ ലോ. ഓക്കെ, ഈ ലോയുടെ താഴേക്ക് പിന്നെ പ്രൈസ് വന്നിട്ടില്ല കുറച്ച് കാലത്തേക്ക്. അതിനുശേഷം നോക്കൂ നിങ്ങൾ, നെക്സ്റ്റ് വോളിയം ബിൽഡപ്പ് വരുന്നത് എവിടെയാണ്, ഹിയർ. നോക്കൂ, ഇതാ ഇവിടെ, അതായത് ഇതിന് താഴേക്കും പിന്നീട് പ്രൈസ് അങ്ങനെ വന്നിട്ടില്ല. അതായത് വന്നിട്ടുണ്ട്, പക്ഷേ ഒരുപാട് കാലം എന്താണ്, ഇതിന് മുകളിലായിരുന്നു പ്രൈസ്. അതിനുശേഷം അതേ ബിൽഡപ്പ് വരുന്നത് പിന്നെ എവിടെയാണ്, ഇവിടെയാണ്. ഇത് നോക്കൂ നിങ്ങൾ, ഇതാ ഇവിടെ. അപ്പോഴാണ് ആക്ച്വലി ഞാനിത് നോട്ടീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നോക്കൂ, പ്രോപ്പറായിട്ടുള്ള വോളിയം സ്പൈക്കുകളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ബിഗ് സ്പൈക്കുകളാണ്. ഓക്കെ, നോക്കൂ, ഇത്
ഇവിടെ എന്താണ് അതുപോലെ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നോക്കൂ ഇവിടെ ഇതിന് താഴെയായിട്ട്. ഓക്കെ, പിന്നെ വരുന്നത് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് അതിൽ നോക്കൂ പ്രോപ്പറായിട്ടുള്ളൊരു വോളിയം ബിൽഡപ്പ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് നോക്കൂ പ്രൈസ് പോകുന്നത് എങ്ങോട്ടാണ്? മുകളിലേക്ക്. വോളിയം പോകുന്നത് എങ്ങോട്ടാണ്? മുകളിലേക്ക്. ദാറ്റ് മീൻസ് പ്രൈസും വോളിയം തമ്മിലുള്ള കോറിലേഷൻ നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസിൽ വീക്ക്ലി പഠിക്കുന്നതാണ്. പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വോളിയം മുകളിലേക്ക് പോകുന്നു. ദാറ്റ് മീൻസ് പോസിറ്റീവ് കോറിലേഷൻ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ നമ്മൾ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ബേസ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. പ്രൈസ് എന്ത് ചെയ്യുന്നു? അത് മിറ്റിഗേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ട്രിഗർ ചെയ്യുന്നു. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ളിലേക്ക് വരുന്നു. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക്. അതായത് എന്താണ് ഇതിന് താഴേക്ക് പ്രൈസ് വരാത്തതിൻ്റെ ലോജിക്ക് എന്താണ്? ഇതിന് താഴേക്ക് പ്രൈസ് വരാത്തതിൻ്റെ ലോജിക്ക് എന്താണ്? ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്? പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻട്രി ഉണ്ട്. ഓക്കെ, പല ബിഗ് പ്ലെയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസും എവിടെയായിരിക്കും? ഇതിന് താഴെയായിരിക്കും. അതുകൊണ്ട് എന്താണ്? പ്രോപ്പറായിട്ട് താഴേക്ക് വരാൻ വേണ്ടി സമ്മതിക്കില്ല. അതിനുശേഷം അതിന് മുന്നോടിയായിട്ട് തന്നെ എന്താണ്? പ്രൈസിനെ അവർ പുഷ് ചെയ്ത് മുകളിലേക്ക് കയറ്റും. ഓക്കെ, നോ ഗ്യാപ്പ് ക്യാൻഡിൽസ് ഓഫ് ആക്കിയതിന് ശേഷം ഇവിടെ നോക്കൂ നിങ്ങൾ, പ്രോപ്പറായിട്ടുള്ള ഈ ഒരു മൂവ്, അതായത് ഇത് നമുക്കൊരു ഇമ്പൾസീവ് മൂവ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതൊരു ഇമ്പൾസീവ് സോറി ഓക്കെ, ഇത് നമ്മളൊരു ഇമ്പൾസീവ് മൂവ് ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു ഇമ്പൾസീവ് മൂവ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു ഈ ഒരു ഷെയ്ഡഡ് ഏരിയ. ഇത് ആക്ച്വലി എന്താണ്? നമ്മളൊരു കറക്റ്റീവ് മൂവായിട്ടും കണക്കാക്കുകയാണ്. കറക്റ്റീവ് മൂവായിട്ട് ഇതും കണക്കാക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കറക്റ്റീവ് മൂവിൽ വന്നിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ് കണ്ടല്ലോ നിങ്ങൾ, ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടല്ലോ. ഈ ഗ്യാപ്പാണ് ആക്ച്വലി നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതായത് പ്രൈസ് എന്താണ്? പ്രൈസ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകും. അതുകൊണ്ട് ഞാൻ അവിടെ ടാർഗറ്റ് വെക്കുന്നു. അതാണ് നമ്മുടെ ടാർഗറ്റിലുള്ള ലോജിക്ക് എന്ന് പറയുന്നത്. എൻട്രി ലോജിക്ക് എന്താണ്? നമ്മളുടെ പ്രോപ്പർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ബേസാണ് ആക്ച്വലി എന്ത്? നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ നെക്സ്റ്റ് പ്രൈസ് പോകാനുള്ള ഏരിയ. അതായത് ഗ്യാപ്പുകൾ മാർക്കറ്റിൽ വരുവാണെങ്കിൽ അത് ഫില്ല് ചെയ്യാനായിട്ട് പ്രൈസ് ഒരു ടെൻഡൻസി കാണിക്കും. അതായത് ഇംബാലൻസ് വന്നാൽ അത് റീബാലൻസ് ചെയ്യപ്പെടും. അതാണ് നമ്മളുടെ ടാർഗറ്റിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാർഗറ്റ് വെച്ചതിൻ്റെ ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് നോക്കൂ നിങ്ങൾ, നമ്മളുടെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പ്രൈസ് റിജക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സ്റ്റോപ്പ് ലോസ് എന്താണ്? സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ബേസിൻ്റെ ലോ ആണ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഐഡിയൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെൻറ്റ്, അതായത് ആഫ്റ്റർ ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ലോയുടെ താഴെയായിരിക്കണം നമ്മൾ എപ്പോഴും എന്ത് വെക്കേണ്ടത്? സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റിയാണ്. പ്രൈസ് ഇനി പോകാൻ ചാൻസ് ഉള്ള ഏരിയ. ഓക്കെ, പോകാൻ ചാൻസ് ഉള്ള ഏരിയ ചിലപ്പോൾ ലിക്വിഡിറ്റി പോയിൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇംബാലൻസുകളായിരിക്കാം. ഇവിടെ നമ്മൾ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ഇംബാലൻസിലാണ്. ഓക്കെ, അതായത് ലിക്വിഡിറ്റി വോയിഡ്, അതായത് ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്നതാണ് നമ്മളുടെ ടാർഗറ്റ് ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. ഈ ഒരു ട്രേഡ് സെറ്റപ്പ് നിങ്ങൾ എടുത്ത് നോക്കുക, എന്നിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. താങ്ക് യു.